25/1/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ചുറുചുറുക്കുള്ള സ്റ്റുഡൻ്റായി നല്ല മാർക്സോടെ പാസ്സാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യൂ. അലസനായ സ്റ്റുഡൻ്റ് ആകരുത്. ആർക്കാണോ മുഴുവൻ ദിവസവും മിത്രസംബന്ധികളുടെ ഓർമ്മ വരുന്നത് അവരാണ് അലസന്മാർ. ചോദ്യം: സംഗമയുഗത്തിൽ ഏറ്റവും ഭാഗ്യശാലി എന്ന് ആരെ പറയും? ഉത്തരം: ആരാണോ തൻ്റെ ശരീരവും മനസ്സും ധനവും എല്ലാം സഫലമാക്കിയത് അഥവാ ആക്കിക്കൊണ്ടിരിക്കുന്നത് അവരാണ് ഭാഗ്യശാലി. ചിലരാണെങ്കിൽ വളരെയധികം ലക്ഷണക്കേടുള്ളവരാണ്. പിന്നെ ഭാഗ്യത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. വിനാശം മുന്നിൽ നിൽക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. ഭാഗ്യശാലികളായ കുട്ടികൾ മനസ്സിലാക്കുന്നു, ബാബ ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നു. നമ്മൾ നമ്മുടെ സർവ്വതും സഫലമാക്കട്ടെ. ധൈര്യം വച്ച് അനേകരുടെ ഭാഗ്യം ഉണ്ടാക്കുന്നതിന് നിമിത്തമാകട്ടെ. ഗീതം: ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. ഇതാകട്ടെ, കുട്ടികളായ നിങ്ങൾ ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗീതയിൽ ശ്രീകൃഷ്ണൻ്റെ പേര് ചേർത്തിരിക്കുകയാണ്. ഭഗവാൻ യുവാച്ച, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ കൃഷ്ണ ഭഗവാൻ യുവാച്ച അല്ല, ഈ ശ്രീകൃഷ്ണൻ എയിം ഓബ്ജക്റ്റാണ്. പിന്നെ ശിവഭഗവാൻ ഉവാചയാണ്, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. അപ്പോൾ ആദ്യം തീർച്ചയായും പ്രിൻസായ കൃഷ്ണൻ ആകും. ബാക്കി കൃഷ്ണ ഭഗവാൻ ഉവാച അല്ല. കൃഷ്ണൻ കുട്ടികളായ നിങ്ങളുടെ എയിം ഓബ്ജക്റ്റാണ്. ഇത് പാഠശാലയാണ്. ഭഗവാൻ പഠിപ്പിക്കുന്നു, നിങ്ങളേവരും പ്രിൻസസ് ആകുന്നു. ബാബ പറയുന്നു, വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൻ്റെയും അന്തിമത്തിൽ ഞാൻ നിങ്ങളെ ഈ ജ്ഞാനം കേൾപ്പിക്കുന്നു. വീണ്ടും ശ്രീകൃഷ്ണൻ ആകുന്നതിനു വേണ്ടി. ഈ പാഠശാലയുടെ ടീച്ചർ ശിവബാബയാണ്, ശ്രീകൃഷ്ണൻ അല്ല. ശിവബാബ തന്നെയാണ് ദേവതാധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത്. കുട്ടികളായി നിങ്ങൾ പറയുന്നു, നമ്മൾ ഭാഗ്യം ഉണ്ടാക്കുവാൻ വന്നിരിക്കുന്നു. ആത്മാവിനറിയാം, നമ്മൾ പരംപിത പരമാത്മാവിൽ നിന്നും ഇപ്പോൾ ഭാഗ്യം ഉണ്ടാക്കുവാൻ വന്നിരിക്കുന്നു. ഇത് പ്രിൻസസ് ആകുന്നതിൻ്റെ ഭാഗ്യമാണ്. രാജയോഗം ആണല്ലോ. ശിവബാബയിലൂടെ ആദ്യം സ്വർഗത്തിലെ 2 ഇലകളായ രാധയും കൃഷ്ണനും വരുന്നു. ഈ ഒരു ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ശരിയാണ്, മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനായി നല്ലതാണ്. ഗീതയുടെ ജ്ഞാനത്തിലൂടെ തന്നെയാണ് ഭാഗ്യം ഉണ്ടാകുന്നത്. ഭാഗ്യം ഉണർന്നിട്ടുണ്ടായിരുന്നു, അത് പിന്നെ തകർന്നു പോയി. വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ നിങ്ങൾ പൂർണ്ണമായും തമോപ്രധാനവും ബെഗറും ആയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പ്രിൻസ് ആകേണ്ടതുണ്ട്. ആദ്യം തീർച്ചയായും രാധാകൃഷ്ണൻ തന്നെയാകും. പിന്നെ അവരുടെയും രാജധാനി നടക്കുന്നു. ഒരാൾ മാത്രമല്ലല്ലോ ഉണ്ടായിരിക്കുക. സ്വയംവരത്തിനു ശേഷം രാധയും കൃഷ്ണനും തന്നെ ലക്ഷ്മി നാരായണൻ ആകുന്നു. നരനിൽ നിന്നും പ്രിൻസ് അഥവാ നാരായണൻ ആവുക എന്നത് ഒരേ കാര്യം തന്നെയാണ്. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ഈ ലക്ഷ്മി നാരായണൻ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു. തീർച്ചയായും സംഗമത്തിൽ തന്നെയായിരിക്കും സ്ഥാപന നടന്നിട്ടുണ്ടാവുക. അതിനാൽ സംഗമയുഗത്തെ പുരുഷോത്തമ യുഗം എന്ന് പറയുന്നു. ആദ്യ സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപനം നടക്കുന്നു. ബാക്കി മറ്റെല്ലാ ധർമ്മങ്ങളും വിനാശമാകും. സത്യയുഗത്തിൽ തീർച്ചയായും ഒരേ ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത്. ആ ഹിസ്റ്ററിയും ജോഗ്രഫിയും തീർച്ചയായും വീണ്ടും റിപ്പീറ്റ് ആകേണ്ടതുണ്ട്. വീണ്ടും സ്വർഗത്തിൻ്റെ സ്ഥാപനയുണ്ടാകും. അതിൽ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമുണ്ടായിരുന്നു, പരിസ്ഥാനായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ശ്മശാനമാണ്.
എല്ലാവരും കാമചിതയിലിരുന്ന് ഭസ്മമായി പോകും. സത്യയുഗത്തിൽ നിങ്ങൾ കൊട്ടാരവും മറ്റും നിർമ്മിക്കും. താഴെ നിന്നും സ്വർണത്തിൻ്റെ ദ്വാരകയോ ലങ്കയോ പുറത്തു വരും എന്നൊന്നുമല്ല. ദ്വാരക ഉണ്ടായേക്കാം, ലങ്ക ഉണ്ടായിരിക്കുകയില്ല. ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് രാമരാജ്യത്തെയാണ്. സത്യമായ സ്വർണം ഉണ്ടായിരുന്നതെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു ഭാരതം എത്ര സമ്പന്നമായിരുന്നു, ഇപ്പോഴാണെങ്കിൽ ദരിദ്രമാണ്. ദരിദ്രം എന്ന വാക്ക് എഴുതുന്നത് മോശമായ കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. സത്യയുഗത്തിൽ ഒരേ ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത്. അവിടെ മറ്റേതെങ്കിലും ധർമ്മം ഉണ്ടായിരിക്കുക സാധ്യമല്ല. പലരും പറയുന്നു, ഇതെങ്ങനെ സാധ്യമാകും? ദേവതമാർ മാത്രമായിരിക്കുമോ ഉണ്ടായിരിക്കുക? അനേകം മതമതാന്തരങ്ങളുണ്ട്. ഒന്ന് മറ്റൊന്നിനോട് യോജിക്കില്ല. എത്ര വണ്ടറാണ്, എത്ര ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സ്വർഗവാസിയാകുന്നു. ഇത് ഓർമ്മയുണ്ടായിരിക്കട്ടെ. എങ്കിൽ സദാ ഹർഷിതമുഖരായിരിക്കും. കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് ഉയർന്നതാണല്ലോ. നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയും സ്വർഗവാസിയുമാകുന്നു. ഇതും ബ്രാഹ്മണരായ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ഇതും സദാ ഓർമ്മയുണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മായ അടിക്കടി മറപ്പിക്കുന്നു. ഭാഗ്യത്തിലില്ലെങ്കിൽ നന്നാകുന്നില്ല. അസത്യം പറയുന്നതിൻ്റെ ശീലം പകുതി കൽപ്പമായി ഉണ്ടായിരിക്കുകയാണ്. അത് മാറുന്നില്ല. അസത്യത്തെയും ഖജനാവായി മനസ്സിലാക്കി സൂക്ഷിക്കുന്നു, ഉപേക്ഷിക്കുന്നില്ല. അപ്പോൾ മനസ്സിലാക്കുന്നു ഇവരുടെ ഭാഗ്യം ഇങ്ങനെയാണ്. ബാബയെ ഓർമ്മിക്കുന്നില്ല. ഓർമ്മയും ഉണ്ടായിരിക്കുന്നത് പൂർണ്ണമായും മമത്വം മാറുമ്പോഴാണ്. മുഴുവൻ ലോകത്തോടും വൈരാഗ്യം. മിത്രസംബന്ധികളെയും മറ്റും കാണുമ്പോഴും കാണുന്നതേയില്ല എന്നതുപോലെ. ഇതെല്ലാം നരകവാസിയും ശ്മശാനവാസികളുമാണ് എന്നത് അറിയുന്നുണ്ട്. ഇതെല്ലാം ഇല്ലാതാകാൻ പോകുന്നു. ഇപ്പോൾ നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ സുഖധാമത്തെയും ശാന്തിധാമത്തെയും തന്നെ ഓർമ്മിക്കുന്നു. നമ്മൾ ഇന്നലെ സ്വർഗവാസിയായിരുന്നു, രാജ്യം ഭരിച്ചിരുന്നു. അത് പാഴാക്കി വീണ്ടും നമ്മൾ രാജ്യം നേടുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ഭക്തിമാർഗത്തിൽ എത്ര ശിരസ് നമിക്കുകയും പൈസ പാഴാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒന്നും ലഭിക്കുന്നില്ല. ആത്മാവ് വിളിക്കുന്നു, ബാബ വരൂ, സുഖധാമത്തിലേക്ക് കൊണ്ടുപോകൂ. അതും എപ്പോഴാണോ അന്തിമത്തിൽ വളരെയധികം ദുഃഖമുണ്ടാകുന്നത് അപ്പോഴാണ് ഓർമ്മിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ ഈ പഴയ ലോകം ഇല്ലാതാകേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ അന്തിമ ജന്മമാണ്. ഇതിൽ നമുക്ക് മുഴുവൻ നോളജും ലഭിച്ചിരിക്കുന്നു. നോളജ് പൂർണ്ണമായും ധാരണ ചെയ്യേണ്ടതുണ്ട്. എർത്ത് ക്വേക്കും മറ്റും പെട്ടെന്ന് ഉണ്ടാകുന്നുവല്ലോ. ഹിന്ദുസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെയും പാർട്ടീഷനിൽ എത്ര പേർ മരിച്ചിട്ടുണ്ടാകും? കുട്ടികളായ നിങ്ങൾക്ക് തുടക്കം മുതൽ അന്ത്യം വരെയും എല്ലാം മനസ്സിലായി. ബാക്കി എന്ത് അവശേഷിക്കുന്നുണ്ടാകുമോ അതും മനസ്സിലായിക്കൊണ്ടിരിക്കും. കേവലം ഒരു സോമനാഥൻ്റെ ക്ഷേത്രം മാത്രമല്ല സ്വർണത്തിൻ്റേത് ഉണ്ടായിരിക്കുക. സ്വർണത്തിൻ്റെ ധാരാളം കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഇനിയും ഉണ്ടായിരിക്കും. പിന്നെ എന്ത് സംഭവിക്കുന്നു? എവിടെ മറഞ്ഞു പോകുന്നു? പുറത്തേക്ക് വരാത്ത വിധം എർത്ത് ക്വേക്കിൽ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നുവോ? ഉള്ളിൽ ജീർണിച്ചു പോകുന്നുവോ? എന്താണ് ഉണ്ടാകുന്നത്? മുന്നോട്ട് പോകവേ നിങ്ങൾക്ക് മനസ്സിലാകും. സ്വർണത്തിൻ്റെ ദ്വാരക പോയി എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ പറയും ഡ്രാമയിൽ അത് താഴേക്ക് പോയി, വീണ്ടും ചക്രം കറങ്ങും, അപ്പോൾ മുകളിലേക്ക് വരും. അതും വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. ഈ ചക്രം ബുദ്ധിയിൽ സ്മരിച്ച് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്.
ഈ ചിത്രം പോക്കറ്റിൽ വെക്കേണ്ടത് ആവശ്യമാണ്. ഈ ബാഡ്ജ് വളരെ സർവീസിന് യോഗ്യമായ ഒന്നാണ്. എന്നാൽ ഇത്രയും സർവീസ് ആരും ചെയ്യുന്നില്ല. കുട്ടികളായി നിങ്ങൾക്ക് ട്രെയിനിലും വളരെയധികം സർവീസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ട്രെയിനിൽ എന്ത് സർവീസ് ചെയ്തു എന്ന് ആരും ഒരിക്കലും സമാചാരം എഴുതുന്നില്ല. 3rd ക്ലാസ്സിലും സർവീസ് സാധ്യമാണ്. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ മനസ്സിലാക്കിയോ, ആര് മനുഷ്യനിൽ നിന്നും ദേവതയായോ അവർ തന്നെ മനസ്സിലാക്കും. മനുഷ്യനിൽ നിന്നും ദേവത എന്ന് പാടുപെടുന്നു. മനുഷ്യനിൽ നിന്നും ക്രിസ്ത്യൻ എന്നോ മനുഷ്യനിൽ നിന്നും സിഖ് എന്നോ പറയാറില്ല. ഇല്ല, മനുഷ്യനിൽ നിന്നും ദേവതയായി. അതിനർത്ഥം ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപനയുണ്ടായി. ബാക്കി എല്ലാവരും അവരവരുടെ ധർമ്മത്തിലേക്ക് പോയി. ഇന്ന ഇന്ന ധർമ്മങ്ങൾ വീണ്ടും എപ്പോൾ സ്ഥാപിതമാകും എന്ന് വൃക്ഷത്തിൽ കാണിക്കുന്നു. ദേവതമാർ ഹിന്ദുവായി മാറി. ഹിന്ദുവിൽ നിന്നും പിന്നെ മറ്റു ധർമ്മത്തിലേക്ക് കൺവേർട്ടായി. അവരും വളരെ പേർ വരും. ആരാണോ തൻ്റെ ശ്രേഷ്ഠ ധർമ്മവും കർമ്മവും ഉപേക്ഷിച്ച് മറ്റു ധർമ്മങ്ങളിലേക്ക് പോയത് അവർ വരും. പിന്നീട് കുറച്ചു പേർ മനസ്സിലാക്കും, പ്രജയിൽ വരും. ദേവീദേവതാ ധർമ്മത്തിൽ എല്ലാവരും വരികയില്ല. എല്ലാവരും അവരവരുടെ സെക്ഷനിലേക്ക് പോകും. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ എല്ലാ കാര്യങ്ങളുമുണ്ട്. ലോകത്തിൽ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാന്യത്തിനു വേണ്ടി എത്ര ഒരുക്കങ്ങൾ നടത്തുന്നു. വലിയ വലിയ മെഷീനുകൾ സ്ഥാപിക്കുന്നു. ഒന്നും നടക്കുന്നില്ല. സൃഷ്ടിക്ക് തമോ പ്രധാനം ആവുക തന്നെ വേണം. പടികൾ താഴെ ഇറങ്ങുക തന്നെ വേണം. ഡ്രാമയിൽ എന്തടങ്ങിയിട്ടുണ്ടോ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ഉണ്ടാവുക തന്നെ വേണം. സയൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വളരെയധികം സമർത്ഥമാകും. അതിലൂടെ പിന്നെ അവിടെ വളരെ നല്ല നല്ല വസ്തുക്കൾ നിർമ്മിക്കപ്പെടും. ഈ സയൻസ് അവിടെ സുഖം നൽകുന്ന ഒന്നായിരിക്കും. ഇവിടെ സുഖം അല്പമേ ഉള്ളൂ, ദുഃഖം വളരെയധികമുണ്ട്. ഈ സയൻസ് വന്നിട്ട് എത്ര വർഷമായി? മുൻപ് ഈ ഇലക്ട്രിസിറ്റി, ഗ്യാസ് തുടങ്ങിയവ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ നോക്കൂ എന്തുണ്ടായിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ പിന്നെ പഠിച്ചും പഠിപ്പിച്ചും പോയിക്കൊണ്ടിരിക്കും. വേഗം വേഗം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇവിടെയും നോക്കൂ എങ്ങനെയാണ് കെട്ടിടം തയ്യാറാകുന്നത്. എല്ലാം റെഡിയായിരിക്കുന്നു. എത്ര നിലകൾ ഉണ്ടാക്കുന്നു. അവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കുകയില്ല. അവിടെയാണെങ്കിൽ എല്ലാവർക്കും അവരവരുടെ കൃഷിയുണ്ട്. ടാക്സോ മറ്റോ ഒന്നും ഉണ്ടാകില്ല. അവിടെയാണെങ്കിൽ അളവറ്റ ധനമുണ്ടായിരിക്കും. ഭൂമിയും ധാരാളം ഉണ്ടായിരിക്കും. നദികളും എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ചാലുകളൊന്നും മറ്റും ഉണ്ടായിരിക്കില്ല. അത് പിന്നീടാണ് കുഴിക്കുന്നത്. കുട്ടികൾക്ക് ഉള്ളിൽ എത്ര സന്തോഷമുണ്ടായിരിക്കണം. നമുക്ക് ഡബിൾ എൻജിൻ ലഭിച്ചിരിക്കുകയാണ്. പർവ്വതത്തിൽ ട്രെയിനിന് ഡബിൾ എൻജിൻ ലഭിക്കുന്നു. കുട്ടികളായ നിങ്ങളും വിരൽ നൽകുന്നുവല്ലോ. നിങ്ങൾ എത്ര കുറച്ചു പേരാണുള്ളത്. നിങ്ങളുടെ മഹിമയും പാടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമ്മൾ ഈശ്വരീയ സേവകരാണ്. ശ്രീമത്തനുസരിച്ച് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബയും സേവനം ചെയ്യാൻ വന്നിരിക്കുന്നു. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയും അനേകം ധർമ്മങ്ങളുടെ വിനാശവും ചെയ്യിക്കുന്നു. അല്പം മുന്നോട്ട് പോകുമ്പോൾ കാണാം വളരെയധികം കോലാഹലങ്ങൾ ഉണ്ടാകും. ഇപ്പോഴും ഭയന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും യുദ്ധം ചെയ്ത് ബോംബുകൾ പ്രയോഗിക്കാതിരിക്കട്ടെ എന്ന്. തീപ്പൊരികൾ വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അടിക്കടി അന്യോന്യം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ അറിയുന്നുണ്ട് പഴയ ലോകം ഇല്ലാതാവുക തന്നെ വേണം. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ 84ൻ്റെ ചക്രം പൂർത്തിയായി. എല്ലാവരും ഒരുമിച്ച് പോകും. നിങ്ങളിലും അടിക്കടി ഓർമ്മയുണ്ടായിരിക്കുന്ന കുറച്ചു പേരേ ഉള്ളൂ. ഡ്രാമ അനുസരിച്ച്
ചുറുചുറുക്കുള്ളവരും അലസരും രണ്ട് പ്രകാരത്തിലുള്ള സ്റ്റുഡൻ്റ് ഉണ്ട്. ചുറുചുറുക്കുള്ള സ്റ്റുഡൻസ് നല്ല മാർക്കോടെ പാസ്സാകുന്നു. ആര് അലസരായിരിക്കുമോ അവർക്ക് മുഴുവൻ ദിവസവും അടികൂടലും വഴക്കുകൂടലും തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാബയെ ഓർമ്മിക്കുന്നില്ല. മുഴുവൻ ദിവസവും മിത്രസംബന്ധികൾ തന്നെ വളരെയധികം ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ സർവ്വതും മറക്കേണ്ടതുണ്ട്. ഞാൻ ആത്മാവാണ്. ഈ ശരീരമാകുന്ന വാൽ തൂങ്ങിക്കിടക്കുകയാണ്. നമ്മൾ കർമാതീത അവസ്ഥ നേടും. പിന്നെ ഈ വാൽ ഒഴിവാകും. ഈ ഒരു ചിന്തയാണുള്ളത്. കർമാതീത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഈ ശരീരം ഇല്ലാതായേനെ. നമ്മൾ ശ്യാമത്തിൽ നിന്നും സുന്ദരമായേനെ. പ്രയത്നിക്കേണ്ടതുണ്ടല്ലോ. എക്സിബിഷനിലും നോക്കൂ, എത്ര പ്രയത്നിക്കുന്നു. ഭോപ്പാലിലെ മഹേന്ദ്രൻ എത്ര ധൈര്യം കാണിച്ചിരിക്കുകയാണ്. ഒറ്റയ്ക്ക് എത്ര പ്രയത്നത്തോടെ എക്സിബിഷനും മറ്റും നടത്തുന്നു. പ്രയത്നത്തിനുള്ള ഫലവും ലഭിക്കുമല്ലോ. ഒരാൾ എത്ര അതിശയം ചെയ്തു, എത്ര പേരുടെ മംഗളം ചെയ്തു. ബന്ധുമിത്രാദികളുടെയും മറ്റും സഹായത്തോടെ എത്ര കാര്യങ്ങൾ ചെയ്തു. അതിശയമാണ്. ബന്ധുമിത്രാദികൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ഈ പൈസയും മറ്റുമെല്ലാം ഈ കാര്യത്തിൽ വിനിയോഗിക്കൂ. സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യുവാനാണ്? ധൈര്യത്തോടെ സെന്ററും തുറന്നിരിക്കുകയാണ്. എത്ര പേരുടെ ഭാഗ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ 5 or 7 പേർ വരികയാണെങ്കിലും എത്ര സർവീസ് നടന്നേനെ. ചിലരാണെങ്കിൽ വളരെയധികം ലക്ഷണക്കേടുള്ളവരാണ്. പിന്നെ ഭാഗ്യത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ മനുഷ്യർ ഈശ്വരാർത്ഥം ദാനം ചെയ്യുന്നതിലൂടെ യാതൊന്നും ലഭിക്കുകയില്ല. ഈശ്വരൻ ഇപ്പോൾ വന്നിരിക്കുകയാണ് സ്വർഗത്തിൻ്റെ രാജപദം നൽകുന്നതിനായി. ദാനപുണ്യം ചെയ്യുന്നവർക്ക് ഒന്നും ലഭിക്കുകയില്ല. സംഗമത്തിൽ ആരാണോ തൻ്റെ ശരീരം, മനസ്സ്, ധനം എല്ലാം സഫലമാക്കിയത് അഥവാ ആക്കിക്കൊണ്ടിരിക്കുന്നത് അവരാണ് ഭാഗ്യശാലി. എന്നാൽ ഭാഗ്യത്തിലില്ല, അപ്പോൾ മനസ്സിലാക്കുന്നതേയില്ല. നിങ്ങൾക്കറിയാം, അവരും ബ്രാഹ്മണരാണ്, നമ്മളും ബ്രാഹ്മണരാണ്. നമ്മൾ പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാരാണ്. ഇത്ര അനേകം ബ്രാഹ്മണരുണ്ട്. അവർ കുഖവംശാവലിയാണ്, നിങ്ങൾ മുഖവംശാവലിയാണ്. ശിവജയന്തി സംഗമത്തിലാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്വർഗം ഉണ്ടാക്കുന്നതിനു വേണ്ടി ബാബ മന്ത്രം നൽകുന്നു. മന്മനാഭവ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പവിത്രമായി പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകും. ഇങ്ങനെ യുക്തിയോടെ നോട്ടീസ് അച്ചടിക്കേണ്ടത് ആവശ്യമാണ്. ലോകത്തിൽ ധാരാളം പേർ മരിക്കുന്നുവല്ലോ. എവിടെയും ആരെങ്കിലും മരിച്ചാൽ അവിടെ നോട്ടീസ് വിതരണം ചെയ്യണം. ബാബ എപ്പോൾ വരുന്നുവോ അപ്പോൾ തന്നെയാണ് പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാകുന്നത്. അതിനുശേഷം സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നു. അഥവാ ആരെങ്കിലും സുഖധാമത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മന്ത്രം ഇതാണ്: മന്മനാഭവ. ഇങ്ങനെ രസകരമായി അച്ചടിച്ച നോട്ടീസ് എല്ലാവരുടെയും പക്കൽ ഉണ്ടായിരിക്കണം. ശ്മശാനത്തിലും വിതരണം ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് സർവീസിൻ്റെ താല്പര്യം വേണം. സർവീസിൻ്റെ യുക്തികൾ വളരെയധികം പറഞ്ഞു തരുന്നു. ഇത് നല്ല രീതിയിൽ എഴുതേണ്ടത് ആവശ്യമാണ്. എയിം ഓബ്ജക്റ്റ് എഴുതിയിട്ടുണ്ട്. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനുള്ള വളരെ നല്ല യുക്തി വേണം. ശരി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: കർമാതീത അവസ്ഥ പ്രാപ്തമാക്കുന്നതിനായി ഈ ശരീരമാകുന്ന വാലിനെ മറക്കണം. ഒരു ബാബയല്ലാതെ ഏതെങ്കിലും മിത്രസംബന്ധികളോ മറ്റോ ഓർമ്മ വരരുത്. ഈ പ്രയത്നം ചെയ്യണം.
ശ്രീമതനുസരിച്ച് ഈശ്വരീയ സേവകർ ആകണം. ശരീരം, മനസ്സ്, ധനം എല്ലാം സഫലമാക്കി തൻ്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കണം. വരദാനം: കർമ്മഭോഗമാകുന്ന പരിതസ്ഥിതിയുടെ ആകർഷണത്തെയും സമാപ്തമാക്കുന്ന സമ്പൂർണ്ണ നഷ്ടോമോഹിയായി ഭവിക്കട്ടെ. ഇപ്പോൾ വരെയും പ്രകൃതിയിലൂടെ ഉണ്ടായ പരിതസ്ഥിതികൾ അവസ്ഥയെ അതിൻ്റെ നേർക്ക് കുറച്ചൊക്കെ ആകർഷിക്കുന്നു. ഏറ്റവും കൂടുതലായി തൻ്റെ ദേഹത്തിൻ്റെ കണക്കുകളും അവശേഷിക്കുന്ന കർമ്മഭോഗത്തിൻ്റെ രൂപത്തിൽ വരാൻ പോകുന്ന പരിതസ്ഥിതി അതിൻ്റെ നേർക്ക് ആകർഷിക്കുന്നു. എപ്പോഴാണോ ഈ ആകർഷണവും സമാപ്തമാകുന്നത്, അപ്പോൾ സമ്പൂർണ്ണ നഷ്ടോമോഹ എന്ന് പറയും. ദേഹത്തിൻ്റെയോ ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയോ ഏതെങ്കിലും പരിതസ്ഥിതിക്ക് സ്ഥിതിയെ കുലുക്കുവാൻ സാധിക്കരുത്. ഇതാണ് സമ്പൂർണ്ണ സ്റ്റേജ്. എപ്പോഴാണോ ഇങ്ങനെയുള്ള സ്റ്റേജിൽ എത്തിച്ചേരുന്നത്, അപ്പോൾ സെക്കൻഡിൽ തൻ്റെ മാസ്റ്റർ സർവശക്തിവാന്റെ സ്വരൂപത്തിൽ സഹജമായി സ്ഥിതി ചെയ്യുവാൻ സാധിക്കും. സ്ലോഗൻ: പവിത്രതയുടെ വ്രതം ഏറ്റവും ശ്രേഷ്ഠമായ സത്യനാരായണൻ്റെ വ്രതമാണ്. ഇതിൽ തന്നെയാണ് അതീന്ദ്രിയ സുഖം അടങ്ങിയിരിക്കുന്നത്. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. മനസ്സ സേവനം പരിധിയില്ലാത്ത സേവനമാണ്. എത്രത്തോളം തൻ്റെ മനസ്സിലൂടെയും വാക്കിലൂടെയും സ്വയം സാമ്പിൾ ആകുമോ, അപ്പോൾ സാമ്പിളിനെ കണ്ട് സ്വതവേ തന്നെ ആകർഷിക്കപ്പെടും. ഏതൊരു സ്ഥൂല കാര്യം ചെയ്യുമ്പോഴും മനസ്സിലൂടെ വൈബ്രേഷൻ വ്യാപിപ്പിക്കുന്നതിൻ്റെ സേവനം ചെയ്യൂ. ആരെങ്കിലും ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ സ്വപ്നത്തിൽ പോലും തൻ്റെ ബിസിനസ് നോക്കുന്നു. ഇതേപോലെ താങ്കളുടെ ജോലിയാണ് വിശ്വമംഗളം ചെയ്യുക എന്നത്. ഇതുതന്നെയാണ് താങ്കളുടെ ഓക്കുപേഷൻ. ഈ ഓക്കുപേഷനെ സ്മൃതിയിൽ വെച്ച് സദാ സേവനത്തിൽ ബിസിയായിരിക്കൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റിലാക്സ്ഡ് ആയിരുന്ന് എൻ്റെ മനസ്സിനെ അന്തർമുഖമാക്കുമ്പോൾ മനസ്സിലെ സങ്കല്പങ്ങളുടെ ഗതി സാവധാനത്തിലാകുന്നു. സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്വയം ശക്തി സ്വരൂപമായി അനുഭവിക്കുന്നു. ശക്തി സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും ശക്തിയുടെ തരംഗങ്ങൾ നാലു ഭാഗത്തും പ്രസരിക്കുന്നു. ശക്തിയുടെ ഈ തരംഗങ്ങൾ എൻ്റെ ശരീരത്തിലേക്കും വ്യാപിക്കുകയാണ്. ആത്മസ്ഥിതിയിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഞാൻ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് എത്തിച്ചേരുകയാണ്. സർവശക്തിവാനിൽ
മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ ബാബയുടെ സമസ്ത ശക്തികളും വരദാനങ്ങളും എന്നിൽ നിറയുന്നു. ശക്തി സമ്പന്ന സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. നിർഭയത്വത്തിൻ്റെ ശക്തിയും സമസ്യകളെ ഇല്ലാതാക്കുവാനുള്ള ശക്തിയും വിഘ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും സഹനശക്തിയും എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലൂടെ ഞാൻ ശക്തിയുടെ അവതാരമായി മാറുന്നു. ശിവശക്തി സ്വരൂപമായി ഈ ഈശ്വരീയ ശക്തികളെ ഞാൻ സമസ്ത വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഈ ഈശ്വരീയ ശക്തി പ്രകൃതിയിലെ തത്വങ്ങളെയും പ്രഭാവിതമാക്കുന്നു. അവയെയും ശാന്തമാക്കുന്നു. ഈ ശക്തികൾ അന്യ ആത്മാക്കളിലും നിറഞ്ഞ് അവരും ശക്തിശാലിയായി മാറുന്നു.